everybody, this is Shweta. My name is Inder and welcome to our channel. So we are going to start the reactions of movie Tanzavaram. Okay. So let's watch it. Tanzavaram, I think. Abhi pata nahi, guys. Let us know what is the correct pronunciation. The valley. It means the valley. Oh, Mohanlal. Sir. Mohanlal, sir. Why? Oh, look at him.
It's looking so serious. Is the same guy? രാജു Oh. മാളത്തെ ചെന്ന് വിളിച്ചാലും മാളം നിന്നെ കണ്ടുപിടിക്കാതിരിക്കണം. അതല്ലേ മാളം വിചാരിച്ചതിന്റെ കൂലി നീ എനിക്ക് പണ്ടേ തന്നില്ലേ രാജു, വേണ്ടത്ര കലാലയത്തിന് വേണ്ടി ഇതെന്റെ രാജ്യമോക്ക് വേണ്ടി. ഇതെനിക്ക് വേണ്ടി ഒരു കണക്ക് തീർത്തു. Okay, he's just thinking. Oh. अरे पर कैमरा थी क्या? ओए होए होए इधर एक और है। Wow. Music क्या मस्त है ना? पुराने टाइम के घर. Wow. രാമ 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 BGM is very nice, I know.
इस सुकून मिल रहा है, देखो ना सर, देखते देखते। വേറെ വിസ്തരിക്കാൻ നിൽക്കണ്ട അച്ഛാ. ഇനി രാത്രി മുഴുവൻ അയ്യോ ആവുന്ന ഒച്ചയിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും അച്ഛൻ. രാഘവൻ അടിവാരത്തുനിന്ന് കൊണ്ടുവന്ന നല്ല സാധനം ആയതുകൊണ്ട് ഒരു ലേശം എടുക്കണം. എന്ന് ലേശായിട്ടാണ് തുടങ്ങല്. രാഘവേട്ടന്റെ തുണക്കിരിക്കണമെന്ന് പറയാൻ ഇപ്പൊ ഒരു ന്യായം ഉണ്ടല്ലോ അച്ഛന്. ആ അടിവാരത്ത് പോണമെന്ന് എന്തേ പറയാഞ്ഞേ? എനിക്ക് ചില സാധനങ്ങൾ വേണ്ടിയിരുന്നു. പോണോ ഉദ്ദേശിച്ചില്ല ഇറങ്ങുമ്പോ നാളെ അങ്ങാടി പോണുണ്ട്. ആ പപ്പടം തീർന്നു. ഒരു വാരസൊപ്പം വേണം. പിന്നെ വേറൊന്നും വേണ്ട. തെക്കേമലയിൽ ആരാച്ച തീയിട്ടിരിക്കണം? എവിടെ? കരിക്കച്ചവടക്കാര് കേറി ഞാനും നോക്കി കിടന്നാവില്ല. അതാ ഇരുളര് വരെ ചുട്ടു തന്നെയാവും. ആ ഇരിക്കണോ ബ്ലോക്ക് ഓഫീസിൽ He has done something. വിവരം അന്വേഷിച്ചു. സർക്കാർ പല വകുപ്പിലും തരണ്ടെന്ന് റേഡിയോക്കാര് കാർഷിക രംഗത്തിൽ പറയണ്ടല്ലോ. എന്തിനാ വേണ്ടെന്ന് വെക്കണേ? ഇപ്പൊ ഇതിനൊക്കെ അടിവാരം വരെ പോയാ മതിയല്ലോ. ഞങ്ങള് കൃഷി തുടങ്ങിയ കാലത്ത് പൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പാലക്കാട്ട് തന്നെ പോകണം. ഇരിക്കണോ? അച്ഛൻ നിത്യം കൂട്ടിന് വിളിച്ചിരുത്തി ഇപ്പൊ രാഘവേട്ടന് ഇതൊരു പതിവാക്കിയല്ലേ? എന്നാണ് കേട്ടോ സ്വന്തം കൃഷിയിലേ കഴിക്കണേ. ഒന്ന് സ്വാദ് മാറി വെച്ചിട്ട് ഇത് വാങ്ങി. പേരെന്ത് പറഞ്ഞാലും ഇത് കരിമ്പഞ്ചട്ടി തന്നെയാണ്. കാശ് അധികം കൊടുക്കണമെന്നൊരു വ്യത്യാസം മാത്രം. അച്ഛാ രാഘവേട്ടന്റെ കയ്യിൽ കാശ് കൊടുത്തയക്കണം, മറക്കണ്ട. പപ്പടം സോപ്പ് അത്ര കണക്ക് ചോദിച്ചോ? തുടങ്ങി അവളുടെ ഒരു കണക്ക്. ഇങ്ങനെ നുറുങ്ങ കാര്യങ്ങൾക്ക് കണക്ക് പറയുന്നത് ചേപ്പറയല്ലേ കൊച്ചുട്ടി? അന്യന്മാരല്ലല്ലോ. കൊച്ചൂട്ടി പേടിക്കണ്ട, ഒന്നിച്ചൊരു കണക്കുകാരാ. അങ്ങനെയല്ല നോക്കി ഞാൻ ഇവിടുന്ന് കഞ്ഞിച്ചോണ്ട് കഴിക്കണേന് കണക്ക് വയ്ക്കേണ്ടി വരുമല്ലോ. അത് വ്യത്യാസമുണ്ട്. രാഘവേട്ടന് അനുഭവം എടുക്കാറായിട്ടില്ലല്ലോ, അപ്പൊ കാശിന് ആവശ്യം ഉണ്ടാവും. അതുകൊണ്ടാ പറയണേ. കാശ് വരും പോവും, ഞാനത്ര സാരല്ല. ചോറിന്റെ ഏർപ്പാട് നോക്കിക്കോ. എടോ ഇത് സാധനം നന്ന്. അവരാച്ചന് ഇത് മാത്രമേ കഴിക്കൂ എന്ന് പറയുന്നത് വെറുതെ അല്ല. അവരാച്ചന് 6 മാസത്തിൽ 50,000 60,000 കിട്ടുമ്പോ ഇതൊക്കെ ആവാം. അതുകൊണ്ട് അച്ഛനോട് കിടന്ന് തുള്ളിയാലുണ്ടല്ലോ. മുൻകോപം ഇവളുടെ അമ്മയുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു. Wow, I'm loving this place. Which place it is? In Guys, Kerala. do comment. I know it's Kerala, But it will not be the same. It's a very old movie, yeah. हाँ, but ऐसा कुछ हो सकता है बेबी. Not like this. The homes will be different, of course. हाँ. രാമ ഒരു 3 ആള് വന്നാ മതി. ആവശ്യമില്ലാത്തപ്പോ 100 ആള് പണിക്ക് വരും. ആവശ്യമുള്ളപ്പോഴോ മഷിയിട്ട് നോക്കിയ ഒന്നിനും കാണൂല്ല. ആരാ? രാജുവിനെ ഏത് രാജു? ഇവിടെ താമസിക്കുന്ന രാജു. അച്ഛാ, ഏതോ രാജുവിനെ ചോദിക്കണോ? മനസ്സിലായില്ല. രാജു ഇല്ലേ? കുറച്ചു കാലമായി രാജു ഇവിടെയാണ് താമസം ആരോ പറഞ്ഞു. രാഘവനെ ചോദിക്കണല്ലേ? അതെ അതെ, ഞങ്ങൾ നാട്ടിൽ വിളിക്കണതാ രാജു. അങ്ങനെ പറയൂ. രാഘവന്റെ നാട്ടിൽ നിന്നല്ലേ? വരൂ. അവിടെ രാഘവ നിന്നെ നേരം കുറെ ആയി ഇന്നലെ കിടക്കുമ്പോ. ആ നാഗമ്മയുടെ ഒരു വിവരമില്ല കൊച്ചോട്ടി 4 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട്. നെല്ലും കാശും തീർന്നാ വരും. അങ്ങനെയാണല്ലോ അതിന്റെ പതിവ്. Oh, where is He's he? not here.
രാഘവേട്ടൻ എണീറ്റില്ലേ? അവിടെ ആരുമില്ല. രാവിലെ പോവെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത്ര നേരത്തെ പോവാറില്ല സാധാരണ. ചിലപ്പോ രാഘവനെ കണ്ടില്ലേ? അവിടെ ഇല്ല. ഈ രാഘവേട്ടൻ ഇത്ര നേരത്തെ എങ്ങോട്ടാ പോയത്? ചിലപ്പോ വെറുതെ തോട്ടം വെച്ചൊക്കെ നോക്കാനേ അറിയാം. ഞങ്ങൾക്ക് ഇവിടെ ഒരാളും വരാനില്ല. രാഘവന് ചങ്ങായിമാരായിട്ട് ചിലരെങ്കിലും ഉണ്ട്. പേരെന്താന്നാ പറഞ്ഞേ? ബാലൻ. ആ, ഇവിടെ വന്ന് പെടാനാ പാട് അല്ലേ? വന്ന് പെട്ടാൽ ഒരു വിഷമം. എന്ത് തോന്നി? നല്ല സ്ഥലം. ലോറിയിൽ വന്നാണ് ജീപ്പിലോ? കരി കയറ്റാൻ വന്ന ലോറിക്കാർക്കൊക്കെ എന്നെ അറിയാം. നാണേട്ടന്റെ അടുത്തേക്കാന്ന് പറഞ്ഞാൽ ഒരുമാതിരിക്കാരൊക്കെ കേൾക്കും. ഞാനായി ഭാഗമായേ ഇക്കണ്ട ദൂരം വന്നിട്ട് ചെങ്ങായിയെ കാണാണ്ട് പോയി. രാഘവൻ ഞങ്ങൾക്ക് അന്യനൊന്നും അല്ല. കൊച്ചുട്ടി, വരണ വിവരത്തിന് രാഘവൻ ഒരു കാർഡ് ഇടായിരുന്നില്ലേ? എന്നിട്ട് എന്താച്ചാ വിശേഷം? ആ തപാൽക്കാരൻ ഈ കുന്നു കയറി ഇറങ്ങും. താഴത്തങ്ങാടിയിൽ കൊടുത്തിട്ട് പോവും, അത്ര തന്നെ. ഇക്കണ്ട ദൂരം നടക്കാൻ അയാൾക്കും കഷ്ടം തന്നെ. അല്ല, ഞങ്ങൾക്ക് ഇവിടെ എടുത്തും കുത്തൊന്നും വരാനില്ലാന്നും വെച്ചോളൂ. രാഘവന്റെ അടുത്ത് തന്നെ വീട്. പാലികേറാ മല എന്നൊക്കെ പറയണ പോലെ ഒരു സ്ഥലം അല്ലേ മല? ആദ്യം വരണവർക്ക് അങ്ങനെ തോന്നും. ഓരോ തലയിലെഴുത്തിന്റെ വലായിട്ട് ഓരോരുത്തരും ഇവിടെ വന്നു കൊടുക്കും. അല്ലാതെ എന്താ പറയാ? ആരുടെ വീടിനൊന്നും പറ്റിയില്ല. പിന്നെ ഇല്ലാണ്ടാവുക വെച്ചാൽ വീട് മുതലൊക്കെ പിന്നെ ഉണ്ടാക്കാൻ നോക്കും. അമ്മയും താഴെയുള്ളവരൊക്കെ അങ്ങനെ ഇല്ലാണ്ടായാൽ പണിസ്ഥലത്തായതുകൊണ്ട് രാഘവൻ രക്ഷപ്പെട്ടു അല്ലേ? അവരെ അച്ഛൻ തോമാസ് നായ്ക്കരെ. ഇപ്പൊ ഈ മലബാരത്തിൽ നിറച്ച ആളായി. ഇവരൊക്കെ ഞാൻ വന്നതിന് ശേഷം സ്ഥലം വാങ്ങിയവരാ. ഞാൻ വന്ന കാലത്ത് ഇവിടുത്തെ താഴ്ത്തങ്ങാട്ടിൽ പകലൂടെ കുറുക്കനും പന്നിയിറങ്ങും. ഇപ്പൊ ഒരു നേരം വീഴുക കണ്ടില്ലേ? അച്ഛന്റെ ചായ വേണോ? വേണ്ട, നമുക്ക് നെല്ലുണക്കാനുണ്ടേ വെച്ചോട്ടി. നാട്ടില് കൃഷി ഉണ്ടാവും. ഇപ്പൊ ഇല്ല. നാട്ടിലെ കൂലിച്ചെലവ് കേൾക്കുമ്പോ കൃഷി കൊണ്ട് ഒറ്റ ലാഭം ഉണ്ടാവില്ല. അധ്വാനിച്ചാൽ അതിന് ഫലം ഉണ്ടാവും ഇവിടെ. പക്ഷെ അതിലൊരു താല്പര്യം വേണം. ബാലന്റെ ചങ്ങായിക്ക് വലിയ ഉത്സാഹമൊന്നുമില്ല. ഓരോ സമയത്ത് ഓരോ കമ്പാരാകും. ഇരിക്കൂട്ടോ. തീരായിട്ട് നിൽക്കുന്ന ഒരു തള്ളയുണ്ട്. അതുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ദിവസം 1 ഉറുപ്പിയുടെ പുകല തിന്നിട്ടില്ലേ വെച്ചിട്ട്? അത് സാരമില്ല. പക്ഷെ മേലനങ്ങ മടിയുള്ള സൈസാ. എനിക്കതാ ദേഷ്യം. ഞാൻ അങ്ങാടിയിലോ അടിവാരത്തിലോ വെച്ച് കണ്ടോളാം. ഇരിക്കുന്നു. ബാല ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ചെങ്ങായി വേറെ വഴിക്ക് കയറും. രാഘവന്റെ നാട്ടിൽ നിന്ന് ഒരു ചെങ്ങായി വന്നിട്ട് കുടിക്കണോ? അങ്ങോട്ട് ഇറങ്ങി ഞങ്ങളെ പുഴയണം. നല്ല അസല് വെള്ളം തുറന്നു വേണം. വേണ്ട, Okay. ഞാനൊന്ന് നടന്നിട്ട് വരാം. നടന്നോ? ഒരു ദിവസം നിങ്ങൾ ആദ്യം പണി തുടങ്ങുന്ന തെറ്റൊന്നുമില്ല രാമ അല്ലേ? എന്തോ ഒരു ബേജാറും കൊണ്ടായി ചെങ്ങായി വന്നിരിക്കുന്നത് അല്ലേ കൊച്ചുട്ടി? ഉണ്ടാട്ടം കുറവാ. അച്ഛൻ വർത്താനം തുടങ്ങിയ പിന്നെ ഒരാൾക്ക് പറയാൻ ഇടയിട്ടിട്ട് വേണ്ടേ? അതുകൊണ്ട് മിണ്ടാത്താവും. നിന്റെ അമ്മ എനിക്ക് പണ്ടൊരു പേരിട്ടിരുന്നു, വെട്ടുക്കിളിയെന്നു. എപ്പോഴും വായ കൂട്ടൂല. വായിലെ നാവിന്റെ ബലം കൊണ്ട് തന്നെയല്ലേ അച്ഛന്റെ കൂടെ ഈ കാട്ടുമുക്കിലേക്ക് പോരാൻ അമ്മ സമ്മതിച്ചത്. എന്നും അതെനിക്കൊരു അതിശയാ. അങ്ങനെ അതിശയിക്കൊന്നും വേണ്ട. ചെറുപ്പത്തിൽ എന്നെ കണ്ട എങ്ങനെ ഇരുന്നു? അമ്മ മോഹിച്ച തെറ്റൊന്നുമില്ല. ഓ പിന്നെ കാമദേവന് വയസ്സായി ഇങ്ങനെ ഇരിക്കല്ലേ? Oh man, very old movie. I'm enjoying this vibe, old village and everything. वो सुकून मिल रहा है देखकर. You know, the entire scene I did not say any word because it was like calmly and all. And वो music भी But इतना that अच्छा था. Raghavan guy has done something and He's he a wants to fishy kill guy, him, I think yeah. so. We He's got very- that thing, na, that the previous bag, this is for Raji, this is for my side and all. He was So bad. what has happened? We have to see that because he seemed to be a good guy, but he's also scared. Like if someone comes, so he's absolutely. scared of that. So he has done something wrong. Of course, there is some backstory to it. Of course. Okay, this is interesting, and I'm enjoying the whole village vibe. I'm
enjoying it right now. Like बोलते ना ऐसा लग रहा है कि जाके रह लो उधर. जाके रह लो. नहीं Let's वही go and तो stay बोल रहे there. हैं ना, it's calmly and enjoying. But now we have to see how the things What's go. the story actually? So let's wait for more, guys. Meanwhile, take care. Bye bye.